ഇന്ന് പുലർച്ചെ 2:30-യോടെയാണ് കോഴിക്കോട് ചേവായൂരിലുള്ള പറമ്പിൽ കടവ് പാലത്തിന് സമീപത്തെ ഒരു ATM കൗണ്ടറിൽ മോഷണ ശ്രമം നടന്നത്. അതായത് ഹിറ്റാച്ചിയുടെ ATM കൗണ്ടറാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഇന്ന് പുലർച്ചെ 2:30-യോടെ മലപ്പുറം ഒതുക്കുങ്ങൽ സ്വദേശിയായിട്ടുള്ള വിജേഷ് എന്നയാളാണ് ഇവിടെ മോഷണ ശ്രമത്തിന് വേണ്ടി ശ്രമിച്ചത്. അദ്ദേഹം 2 മണിയോടെ മോഷണ ശ്രമത്തിനായി ഇങ്ങോട്ടേക്ക് എത്തുകയും ഇതിൻ്റെ പൂട്ടെല്ലാം കുത്തിപ്പൊളിച്ചതിന് ശേഷം പാതി തുറന്നിട്ട നിലയിലായിരുന്നു ഷട്ടർ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ സമീപത്തുള്ള മെഡിക്കൽ ഷോപ്പിൻ്റെയും അതുപോലെ തന്നെ ജ്വല്ലറിയുടെയും CCTV ക്യാമറകൾ തിരിച്ചു വെക്കുകയും, അതായത് ഈ ATMിൻ്റെ സമീപത്തേക്ക് വിഷ്വൽ കാണാത്ത രീതിയിലേക്ക് ക്യാമറകൾ തിരിച്ചു വെച്ചതിന് ശേഷമായിരുന്നു അകത്ത് പ്രവേശിച്ചത്. അതിനുശേഷം അദ്ദേഹം കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ATM മെഷീൻ പൊളിക്കാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷേ അത് ഒരുപാട് ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് അത് പൊളിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്തായിരുന്നു ചേവായൂർ പോലീസിൻ്റെ തന്നെയുള്ള ഈ കൺട്രോൾ റൂം പോലീസുകാർ ഈ പരിസരത്ത് നിരീക്ഷണം നടത്തി വരികയായിരുന്നു. ആ സമയം ഈ പറമ്പിൽ കടവ് പാലത്തിന് സമീപം എത്തിയപ്പോഴാണ് ATM കൗണ്ടറിനുള്ളിൽ ലൈറ്റ് ഇട്ട നിലയിൽ ഇത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പാതി തുറന്ന ഷട്ടറും അവരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ആ സമയത്ത് ഉള്ളിൽ കട്ടർ ഉപയോഗിച്ച് ഇത് മുറിക്കാൻ ശ്രമിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവർ ATM കൗണ്ടറിൻ്റെ അടുത്തേക്ക് വരികയും അവിടെ ഒരാൾ ഈ ATM കൗണ്ടറിനുള്ളിൽ വിജേഷിനെ ATM കൗണ്ടറിനുള്ളിൽ കാണപ്പെടുകയും ചെയ്ത് ആ സമയം തന്നെ അദ്ദേഹത്തെ ചേവായൂർ പോലീസും കൺട്രോൾ റൂം പോലീസും ചേർന്ന് പിടികൂടുകയായിരുന്നു. ഉടനെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അറസ്റ്റും ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പോലീസ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, 40 ലക്ഷത്തോളം രൂപ കടബാധ്യതനായിട്ടുള്ള ആളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.